A pen was sold for rupees 166.44. ഇപ്പോൾ റഫ് വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഒരു പെന്ന് സെല് ചെയ്യുന്നത് 166.44 ആൻഡ് ആ സമയത്ത് അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് 14% ആണെന്ന് തന്നിട്ടുണ്ടാവും. If it were sold for rupees 154.76, then what would have been the percentage of profit or loss? അപ്പോൾ അവിടെ ചോദിക്കുന്നത് 166.44 എന്ന് പറഞ്ഞൊരു റേറ്റിൽ നമ്മൾ ആ പെന്നെ വിൽക്കുമ്പോൾ 14% പ്രോഫിറ്റിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും ആ വിലയേക്കാളും കുറച്ചുകൂടി കുറഞ്ഞ വിലയാണ് 154.76 എന്ന് പറയുന്നത്. അപ്പോൾ ആ വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്കിവിടെ എത്ര പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം സിമ്പിളായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 166.44 എന്ന് പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റ് 14% എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിറ്റത് എത്രയെന്നായിരിക്കും? നമുക്ക് ആ ഒരു CP കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആ 166.44 ഡിവൈഡഡ് ബൈ 14% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 114%ആയിരിക്കും അത് വിറ്റേക്കുന്നത്. ഇപ്പം ഡിവൈഡ് ചെയ്യും, നമ്മൾ അതിനെ 114 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 1% കിട്ടും. നമുക്ക് ശരിക്കുള്ള വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100% ചെയ്താൽ മതി. സോ നമ്മൾ അതൊന്ന് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് എല്ലാം ക്യാൻസൽ ആവും. നമുക്ക് ഈ ഒരു 114 വെച്ച് ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് അവിടെ അത് വരുന്നത്, നമുക്കത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? ഏകദേശം ഒരു 1.46 വരും. സോ 1.46 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 146 റുപ്പീസ് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് CP കിട്ടും. ഓക്കെ, ഏകദേശം റഫായിട്ടൊന്ന് എടുത്താൽ മതി. 146 റുപ്പീസ് എന്നുള്ളത് നമുക്ക് CP കിട്ടും. ഇനി CP നമുക്കറിയാം 146 അടുപ്പിച്ചൊരു വാല്യൂ ആണ്, അല്ലെങ്കിൽ 146 തന്നെയാണ് എന്ന് വിചാരിച്ചോളൂ. ഇനി നമുക്ക് അവിടെ അടുത്തൊരു സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 154.76. ഇവിടുന്ന് ഒരു കാര്യം തീരുമാനമായി, എന്താണ്? പ്രോഫിറ്റ് ആണ്. എന്നിട്ട് 146 വാങ്ങിച്ച വില വിൽക്കുന്ന 154 അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആണ്, ലോസ് വരത്തില്ല. സോ ഫസ്റ്റും ലാസ്റ്റ് ഓപ്ഷനും എലിമിനേറ്റ് ആയി. ഇനി ഏകദേശം പെർസെൻറ്റേജ് എത്ര വരും എന്ന് നോക്കിയാൽ മാത്രം മതി. നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർലി പ്രോഫിറ്റ് ആണെന്നുള്ളത് മനസ്സിലായി. പ്രോഫിറ്റ് എത്ര റുപ്പീസ് ആണ് എന്ന് ചെക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ 8.76 ഡിഫറൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ 8.76 ഡിവൈഡഡ് ബൈ ആ ഒരു എത്രയാണ്? CP 146 ഇൻറ്റു 100. നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 146 അല്ലെങ്കിൽ അതിൻ്റെ 150 എന്ന് എടുത്താൽ പോലും 150 ഇൻറ്റു ഏകദേശം 6 ചെയ്യുമ്പോഴാണ് 900 വരുന്നത്. അത് നമുക്ക് മേളിൽ കാണാൻ പറ്റും. ഏകദേശം മേളത്തെ വാല്യൂ നമ്മൾ ആ ഒരു 100 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 876/146 എന്ന് വരും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എത്രൻ്റെ കുറവുണ്ട്? 4ൻ്റെ കുറവുണ്ട്. ആൻഡ് 4 ഇൻറ്റു ഏകദേശം നമുക്ക് മേളിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 24 ആൻഡ് അവിടെ ആ 900 നിന്ന് 24ൻ്റെ കുറവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് എത്ര ആണ് എന്ന് നോക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും നോക്കാം. നമുക്ക് ഇത് 150 വെച്ച് കമ്പയർ ചെയ്താൽ ഒരു 4ൻ്റെ കുറവുണ്ട്. നമ്മളിത് തൊട്ടടുത്തുള്ള 900 ഈ 150 തന്നെ മൾട്ടിപ്ലൈ 900 വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് ഇതൊരു 24ൻ്റെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4ഉം 24 കട്ട് ചെയ്താൽ എത്ര? 6 അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസും കട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? 6 തന്നെ വരും. ഒരു നെഗറ്റീവിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന രീതിയാണ് അതെന്ന് പറയുന്നത്. സോ 6% പ്രോഫിറ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് നോക്കാം പ്രോപ്പർലി. നിങ്ങൾക്ക് അവിടെ 6% തന്നെ ആൻസർ വരും. സോ 6% പ്രോഫിറ്റ് ആണ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്.